നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കൊക്കോയെക്കുറിച്ചാണ്. സ്റ്റെർക്കുലിയേസി ഫാമിലിയിൽപ്പെട്ട ഇതിൻ്റെ ശാസ്ത്രീയ നാമം തിയോബ്രോമ കൊക്കോ എന്നാകുന്നു. തെക്കേ അമേരിക്കയിൽ ഉത്ഭവിച്ച കൊക്കോ ഇന്ന് ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ പ്രധാന പാനീയ വിളയാണ്. ഇന്ത്യയിൽ കേരളത്തിലും നീലഗിരി താഴ്വാരങ്ങളിലുമാണ് ഇത് ധാരാളമായി കൃഷി ചെയ്തു വരുന്നത്. 8 മീറ്ററോളം നീളത്തിൽ വളരുന്ന ഇതിൻ്റെ തൊലിക്ക് കരിഞ്ചുവപ്പ് നിറമാണുള്ളത്. ചുവട്ടിൽ നിന്നും ശായിക്കുന്നതിനാൽ ഇതിൻ്റെ തടിക്ക് വണ്ണം കുറവായിരിക്കും. ദീർഘവൃത്താകൃതിയിലുള്ള പരുത്ത ഇലകളാണ് ഇതിനുള്ളത്. പൂക്കൾ മഞ്ഞ നിറത്തിലാണ് ഉള്ളത്. അത് ഒറ്റയ്ക്കോ ശാഖകളായോ വളരുന്നു. ഈ ഫലത്തിൻ്റെ തൊണ്ട് വളരെയധികം കട്ടിയുള്ളതാകുന്നു. പച്ചയോ മഞ്ഞയോ ചുവപ്പോ നിറത്തിൽ കാണപ്പെടുന്ന ഇതിൻ്റെ ഫലത്തിൽ ധാരാളം വിത്തുകൾ അടങ്ങിയിരിക്കുന്നു. വിത്തുകൾ ഒരു പ്രത്യേക രീതിയിൽ പുളിപ്പിച്ച് പാകപ്പെടുത്തിയെടുക്കുന്നതാണ് കൊക്കോ. ഇത് ചോക്ലേറ്റ്, ശീതളപാനീയങ്ങൾ, ബ്രാൻഡി മുതലായവയിൽ ചേരുവയാണ്. ഇത് ക്ഷീണം അകറ്റുന്നതിനും നാഡികൾക്ക് ഉത്തേജനം നൽകുന്നതിനും നല്ലതാണ്. ഇതിൻ്റെ കൂടുതൽ ഔഷധ മൂല്യങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതാണ്. കൊക്കോ നമുക്ക് വളരെ സുപരിചിതമാണ്. അമേരിക്കയിലാണ് ഇതിൻ്റെ ഉത്ഭവം. എന്നാലും ഇവിടെ ധാരാളം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ കഴിക്കുന്ന ഈ ചോക്ലേറ്റുകളെല്ലാം ഈ കൊക്കോ ആണ് ഒരു പ്രധാനപ്പെട്ട ചേരുവ. ഇതിന് ഔഷധ ഗുണമുണ്ട്, ശരീരത്തിന് നല്ലതുമാണ്. പക്ഷെ അധികം കഴിച്ചാൽ ഇത് കേടാ. ഔഷധ ഗുണം ഇതിൻ്റെ ഈ ഇല ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കുടിച്ചാൽ മൂത്ര തടസ്സം മാറും. അതേസമയം തന്നെ ഇതിൻ്റെ ഫലം എടുത്തിട്ട് പേസ്റ്റാക്കിയിട്ട് നല്ല മധുരമാണ്, ശരീരത്തിന് തണുപ്പിനെ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ശരീരത്തിനൊരു ഊർജം കൊടുക്കുന്ന സാധനമാണ്. അതുപോലെ ഈ നെർവുകളെ ഉത്തേജിപ്പിക്കുന്നതാണ്. ഈ ബ്രെയിൻ കുറച്ചും കൂടി സ്റ്റിമുലേറ്റ് ചെയ്യുമെന്ന് പറയും. അപ്പോൾ ഈ സ്ട്രെസ്സുള്ള ആൾക്കാർ ഈ സ്ട്രെസ് ഇല്ലാതെയാക്കാൻ ഈ കൊക്കോ കലർന്ന പാനീയങ്ങൾ, ചോക്ലേറ്റുകൾ ഇതൊക്കെ കഴിച്ചാൽ നല്ലതാണ്. പക്ഷേ ഇതിൻ്റെ വേറൊരു ദോഷമുള്ളത്, ഇത് അധികം കഴിച്ചാൽ ഈ ചോക്ലേറ്റ് ഉത്തേജമാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ മാത്രയിൽ വല്ലപ്പോഴേ കഴിക്കാൻ പാടുള്ളൂ. ഇത് ധാരാളം കഴിച്ച് കഴിഞ്ഞാൽ നാഡീ ഞരമ്പുകളൊക്കെ തളർത്തും. അതുപോലെ ഈ ബ്രെയിനിന് അതിനകത്തൊരു തളർച്ച ഉണ്ടാകും. അതായത് അഡിക്ഷൻ എന്ന് പറയും. അഡിക്ഷൻ കുറച്ച് കഴിഞ്ഞാൽ നാഡീ ഞരമ്പുകളെ തളർത്തും. മാത്രമല്ല ഇത് യുക്തമാത്രയിൽ ദിവസേന കഴിച്ചാൽ ശരീരത്തിന് ആരോഗ്യദായകമാണ്. അതേസമയം അധികമായി കഴിച്ചാൽ ഇത് നാഡീ ഞരമ്പുകളെ തളർത്തി ഈവൻ ഈ ഓർമ്മക്കുറവ്, ഈ അൽഷിമേഴ്സ് രോഗം, അതുപോലെ ലൈംഗിക ശേഷിക്കുറവ്, ഇതെല്ലാം ഈ കൊക്കോ അധികം കഴിച്ചാൽ ഉണ്ടാകുന്ന ദോഷഫലങ്ങളാണ്.